ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. പെരുന്നാളായിട്ട് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നതൊരു കബ്സയുടെ റെസിപ്പിയാണ്. ഫ്രൈഡ് ചിക്കൻ്റെ കബ്സയാണ് കേട്ടോ. അപ്പം ആ കബ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പി വെച്ച് ചൂടായിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പട്ടയും തക്കോലും പെരുംജീരകവും ഗ്രാമ്പും ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏലക്കയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി വരാനുള്ള ടൈമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ സ്പൂൺ ചേർത്തിട്ട് ഇളക്കിയിട്ടാണ് കേട്ടോ അടുത്തതും കൂടെ ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2 തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സായിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കണം. അതായത് ചിക്കൻ്റെ ഈ ഒരു വൈറ്റ് കളറായിട്ട് വരണം. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഈ ഒരു ചെറിയൊരു വൈറ്റ് കളർ പോലെ വരുന്ന അത്രയും വരെ മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ മാത്രം. എന്നിട്ട് നമുക്ക് ഈ പീസസ് ഒക്കെ മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ വെള്ളത്തിനോടൊപ്പം ബാക്കി പച്ചവെള്ളം കൂടെ ചേർത്ത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിരക്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ് വെള്ളം ഇതും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ 6 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അരി നമ്മൾ നേരത്തെ കഴുകി കുതിർത്തിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരി കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചോറിനെ അവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പം നമുക്ക് ആ സമയത്തിന് ചിക്കൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ റൈസും തയ്യാറാക്കാൻ പറ്റും. പിന്നെ ചിക്കൻ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസമേ ഉള്ളൂ. ചിക്കൻ്റെത്തേക്ക് നമ്മൾ വീണ്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഒക്കെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വിനാഗിരി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അരപ്പ് ചിക്കനിലേക്ക് ഒന്ന് അബ്സോർബ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ തൈര് വേണമെന്നുള്ളവർക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ തൈര് യൂസ് ആക്കുന്നില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെങ്കിലും ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പകുതി കുക്കായി വന്നിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു പൊടി അരപ്പുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ വരുന്ന ചെറിയ പൊടിയായിട്ടുള്ള സംഭവങ്ങൾ അതും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വെന്ത റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ തട്ടിക്കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് മുകളിലൊരു വെയിറ്റും വെച്ചിട്ട് സിമ്മിൽ തീ ഇട്ടിട്ട് വെച്ചിരുന്നാൽ നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്.